ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എൻ്റെ ഭാഗം കേൾക്കാൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും എൻ്റെ ഭാഗം കേൾക്കാതെ അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന് വെല്ലുവിളി കാണാൻ വന്നെന്ന് ആലോചിക്കണം. ഒരു വിശേഷം ചോദിക്കാൻ നിൽക്കുന്നില്ല, പൈസ കൊടുത്തിട്ട് കൈ ഇങ്ങനെ തള്ളി കളഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കാണ് അടുത്ത വീട്ടിലേക്ക്. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ലൈംഗിക ചേഷ്ട കാണിച്ചു അത്രേ. ഒരാൾ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അയാളെ ആക്രമിക്കാൻ, അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങുന്ന ഒരാൾ ആദ്യം എന്താണ് പ്രതികരിക്കുക? നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്, എന്ത് വൃത്തികേടാണ് പറഞ്ഞത് എന്നല്ലേ ആദ്യം ചോദിക്കുക. എന്റെ മൊബൈൽ, എന്റെ ഫോട്ടോ എന്തിനാണ് ചിത്രീകരിച്ചതെന്ന് ചോദിച്ചിട്ട് ആ യുവാവിന്റെ ഫോൺ പിടിച്ചു പറിക്കാനാണ് ശ്രമിക്കുന്നത്. ചേച്ചി ഒരു മിനിറ്റ്, ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഈ കാറിലുണ്ട്. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ദൃശ്യം വ്യാജമാണോ? ഈ ദൃശ്യം എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ വിഷ്വൽ പുറത്തു വിടൂ? ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ ചേച്ചിയുടെ കാറിലാണ് ഉള്ളത്. ചേച്ചിയുടെ കാറിലാണ്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട്, ആ സ്ത്രീ എന്റെ കാറിൽ ഇരിക്കും. നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതിന് കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ 1ന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ അല്ല അതങ്ങനെ ശരിയാവും. എനിക്ക് മീഡിയ 1ന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? ഇതൊരു നടത്തു പോണ മാതിരില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന വെള്ള ചുരിദാറിട്ട സ്ത്രീ ആരാണ്? വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. പിന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സ്ത്രീ ആരാണ്? പ്രമീള ചേച്ചി അല്ലാതെ അത് വേറാണ്. ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമെവിടെ? എനിക്ക് ഉൾപ്പെടെ കിട്ടിയ ദൃശ്യം ആ സ്ത്രീ പിന്നീട് ആ ഇന്നോവയുടെ കാറിൽ കയറുന്നുണ്ടോ? കാറിൽ കയറുന്നുണ്ടോ? കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. എവിടെ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനും സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഈ കാറിലേക്ക് എവിടെ കയറുന്നു? സ്ത്രീയാണ്. അല്ല, ആ സ്ത്രീയുടെ മുഖം എവിടെ? പറയൂ. ഒരു മിനിറ്റ്, മുഖം കാണുന്നുണ്ട്. ഒന്ന് കാണിക്കൂ. നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴലാണ്. നിഴല് മുല്ലപ്പൂവും വെച്ച് വരുന്നത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങാമെന്നൊരു വിചാരം ഉണ്ടായിപ്പോയോ? ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു,
എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? 2, ഈ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് വിനീഷ് ആ അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മുൻപിൽ ഈ പൈസ എടുത്ത് കൊടുക്കാത്തക്ക വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ല BJPയുടെ ആളുകൾ. BJPക്ക് പറയാനായിട്ട് ഈ വിഷയത്തിലുള്ളത്, BJPയുടെ സ്ഥാനാർത്ഥിയോ പ്രവർത്തകന്മാരോ പൈസ കൊടുത്തുകൊണ്ട് ഒരു വോട്ടർമാരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം കടകവിരുദ്ധതകളുണ്ട്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അതൊരു നിഴലാണെന്ന്. മുല്ലപ്പൂ വെച്ച നിഴലോ? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തേത്, ആ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകളടക്കം പുറത്തു വന്നു. ഞാൻ പറയട്ടെ, അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിന്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണുള്ളത്? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മാഡം? ആദ്യം ഒരു ദൃശ്യം ആ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. കൈ തുറന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഒന്ന് എന്റെ സെന്റൻസ്. അല്ല, അവർ ഈ വാഹനത്തിന് പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വല്യമ്മയാണെന്ന് പറയുന്നു. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയുടെ വല്യമ്മയാണോ വീട്ടിലിരിക്കുന്നത്? നിങ്ങൾ അത് തെളിയിക്കാനെങ്കിലും കഴിയും. അത് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ലേ? ഇതിനകത്ത് 2 കാര്യം ഞാൻ പറയാം. സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് 2, അവിടെ ആ അമ്മ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, അല്ല സിമി പോയി കൊടുത്ത പൈസയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വാദത്തിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിക്കണമെങ്കിൽ ആ സിമി കയ്യിൽ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം കാണിക്കേണ്ടതല്ലേ? ഞാൻ ഒരു മിനിമം ഡൗട്ടാണ് ചോദിക്കുന്നത്. അല്ല ശ്രീ പ്രശാന്ത് ശിവൻ, ക്യാമറ തുറന്ന് വെച്ചേക്കുന്നിടത്ത് ഈ പണം കൈമാറ്റം ചെയ്യില്ല, അതിനുള്ള വിഡ്ഢിത്തരം നോക്കൂ. ഡിബേറ്റബിൾ ആണെങ്കിൽ പോലും അതിനുള്ള വിഡ്ഢിത്തരം BJPക്കാർ കാണിക്കില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? ഒരൊറ്റ മിനിറ്റ് പ്രശാന്ത് ശിവൻ, ഞാൻ ആ പ്രതികരണം, അങ്ങ് നേരത്തെ ചോദിച്ച പ്രതികരണം കാണിക്കാം. പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. പൈസ കൊടുത്ത് മോശം എന്താ ഉറക്കം വരുന്നു. ശ്രീ പ്രശാന്ത് ശിവൻ കേൾക്കാൻ കഴിഞ്ഞു തോന്നുന്നു. ആ കുട്ടിയുടെ, അതായത് ആ വണ്ടിയിലിരുന്ന കുട്ടിയുടെ വല്യമ്മയാണ് എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം. എങ്ങനെയാണ് ഇനി നിഷേധിക്കാൻ കഴിയുക വല്യമ്മ ബന്ധം? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ 2 കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലുമോ പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പറഞ്ഞത് വല്യമ്മയാണ്. പൈസ കൊടുത്തു എന്ന് പറയുന്നത് ആദ്യം നിഷേധിച്ചില്ല പ്രശാന്ത് ശിവൻ. നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, പൈസ കൊടുത്തത് വല്യമ്മ ആയതുകൊണ്ടാണെന്ന് അവർ പറയുന്ന ശബ്ദമാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ കേട്ടത്. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. അങ്ങ് നിഷേധിച്ച കാര്യമാണത്. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളെയും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആണോ? ഭയങ്കര. പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമോ? അതൊക്കെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലല്ലേ? ഞാൻ വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കിനാശേരി എത്ര അത്ഭുതാവഹമായിരിക്കും. അല്ല, ഇവിടെ വേണ്ട, ഇതിനു മുന്നേ നിങ്ങൾ ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ച ദൃശ്യങ്ങളിൽ അവര് പൈസ കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണ്? ആ അമ്മ പറയുന്നുണ്ടല്ലോ, എനിക്ക് പൈസ ഞാനതൊരു വാദത്തിനെടുക്കാം. കൈമാറുന്ന ദൃശ്യം എവിടെയാണ് എന്ന് ഞാനത് വാദത്തിനെടുക്കാം ശ്രീ പ്രശാന്ത് ശിവൻ. പക്ഷെ അതേ സമയത്ത് എന്തിനാണ് പൈസ കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ വല്യമ്മ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞെന്താണ്? ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നല്ലേ പറയാ? വല്യമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ കൊടുത്തു എന്നാണ് പറയാ? ആ വല്യമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ചോദിച്ചു, ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഇത് 2 പറയുന്നുണ്ട്. ഇത് 2 തെളിയാത്തിടത്തോളം കാലം BJP ഇതിനു വേണ്ടി, വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്?
ഞങ്ങൾ തന്നെ ചോറ് തന്നെയാ. അല്ല സമ്മതിക്കണ്ട. എന്തിനാണ് പക്ഷേ, സമ്മതിച്ചത്? അല്ല നിങ്ങൾ പിന്നെ സമ്മതിക്കണമെന്ന് ഞങ്ങളോട് കോൺഗ്രസ്സുകാരായിട്ടുള്ള വിചാരിക്കുന്നില്ല ആളുകൾ ശ്രീ അവിടെ പ്രശാന്ത്. ശോഭാ അത്ര സുരേന്ദ്രനോട് പാടില്ലല്ലോ. ചോദിക്കുന്ന സമയത്ത് കൊടുത്തവരും വാങ്ങിയവരും പൈസ അല്ല, കിട്ടി, പൈസ ഇല്ലെങ്കിൽ കൊടുത്തു നിങ്ങൾ എന്ന് തെളിയിക്കൂ. സമ്മതിക്കുക എന്ന് ഇല്ലെങ്കിൽ പറയുന്നത് മാധു സ്വാഭാവികമല്ല. തെളിയിക്കൂ. കൊടുക്കാത്ത പൈസ കൊടുത്തു എന്ന് എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത്? കൊടുത്തു, അതൊരു ബന്ധുത്വം കൊണ്ടാണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി കൊടുക്കാത്ത പൈസയെ കുറിച്ച് എന്തിനു പറഞ്ഞു? എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഇവര് കൊടുത്ത പൈസ കാണിച്ചു തരാൻ സാധിക്കണ്ടേ നിങ്ങൾക്ക്? പ്രശാന്ത്, ഇവര് നിങ്ങളുടെ കൊടുത്ത പൈസ സ്ഥാനാർത്ഥി തെളിയിച്ച് പറഞ്ഞത് ഞാൻ കാണിച്ചു കാണിച്ചു തരാൻ തന്നു. സാധിക്കണ്ടേ? നിങ്ങളുടെ ഇവര് കൊടുത്ത സ്ഥാനാർത്ഥി പൈസ കൊടുത്തു എവിടെ എന്ന് കാണിക്കാൻ സമ്മതിക്കുന്ന സാധിക്കുന്നത്? ദൃശ്യത്തിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത്? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസ്സുകാർ തന്ന വീഡിയോ നിങ്ങൾ പ്രചരിപ്പിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് പൈസ കൊടുക്കുന്നതിന്റെ വിഷ്വൽ എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ? എന്തോ എങ്ങനെ പൈസ കൊടുക്കുന്നതിന്റെ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനോട് അവിടെ കൂടിയ കോൺഗ്രസ്സുകാർ വെല്ലുവിളിയായതുകൊണ്ട് കൊടുത്തു എന്ന് പറയണം. പൈസ കൊടുത്തില്ല. പൈസ പൈസ കൊടുത്തത് നിങ്ങളുടെ കൊടുത്തിട്ടില്ല. സ്ഥാനാർത്ഥി പറഞ്ഞു. തുടക്കം മുതൽ ഞാൻ നിങ്ങളുടെ പറയുന്നുണ്ടല്ലോ. സ്ഥാനാർത്ഥി പറഞ്ഞു. തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ പൈസ നിങ്ങളുടെ കൊടുത്തിട്ടില്ല. ചക്കും കൊക്കും ഒന്നുമല്ല. ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പൈസ കൊടുത്തുവെന്ന്. വെല്ലുമ്മ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരുമല്ല. എണീറ്റ് വരണ്ടേയിരുന്നു. മാധുവിന്റെ അജണ്ടയ്ക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ അല്ല, നിങ്ങളുടെ അജണ്ടയാണ് മാധുവിന്റെ കേട്ടോണ്ടിരിക്കുന്നത്. അജണ്ടയ്ക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്. നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്. നിങ്ങൾ പറഞ്ഞു പണം കൊടുത്തില്ല എന്ന്. മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇതെന്ത് വെള്ളരിക്ക പഠനമാണിത്? അതായത് സ്ഥാനാർത്ഥി പൈസ കൊടുത്തു എന്നത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. വെല്ലുമ്മ ആയതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന് ആദ്യം പറയുന്നു. പൈസ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്നു. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. വാങ്ങിയവരും കൊടുത്തവരും ഇത് സമ്മതിച്ചില്ലെങ്കിൽ ആ കേസ് നിലനിൽക്കുന്നില്ല, ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് കേരളത്തോട് പറയാൻ കഴിയുന്നത് എങ്ങനെയാ? നമ്മൾ പോയി ഒരു ക്രൈം ചെയ്യുന്നു, നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിച്ചാലേ ആ ആരോപണം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് എത്ര ബാലിശമായ ആരോപണം! മുഴുവൻ കളവും അടപടലം പൊളിയുന്നതാണ്. കാരണം എല്ലാം ശോഭ തന്നെ പൊളിക്കുന്നു. ശോഭ തന്നെ നടത്തിയ പ്രതികരണങ്ങളോടെ എല്ലാ കളവും പൊളിയുകയാണ്. ഇന്നത്തെ ദിവസം എന്തായാലും കണ്ണാടിയിലെ ദേവു എന്ന് പറയുന്ന വല്യമ്മയ്ക്ക് ഒരു കൊച്ചുമോളെ കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു കൊച്ചുമോള്, സിമി സജീവ് എന്നാണ് പേര്. അങ്ങനെ സിമി സജീവിന്റെ വല്യമ്മയായിട്ട് ദേവു മാറിയ ദിവസം കൂടിയാണിന്ന്. ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിന്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല ശോഭാസുരനെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാസുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാസുരേന്ദ്രന്റെ കാറിൽ കയറി പോകുന്ന ഒരു കൊച്ചുമോളും. ശോഭാ സുരേന്ദ്രന് കുരുക്കായി മാറിയതായിരുന്നു ഇന്ത്യപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.